ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിന്റെ പുതിയ ഉത്തരവ് പ്രകാരം മാർച്ച് 1-ാം തീയതി മുതൽ ഓട്ടോറിക്ഷയിൽ ഫെയർ മീറ്ററുകൾ ഘടിപ്പിക്കാതെയോ ഘടിപ്പിച്ചിട്ടും പ്രവർത്തിപ്പിക്കാതെയോ ഇരുന്നാൽ സൗജന്യ യാത്ര എന്നതാണ്. ഇനി കൊച്ചിയിൽ എത്ര ഓട്ടോകൾക്ക് ഫെയർ മീറ്റർ ഉണ്ടെന്നുള്ളത് നോക്കാം. ഇപ്പോൾ കണ്ടതുപോലെ എല്ലാ ഓട്ടോകളിലും മീറ്റർ ഉണ്ട്. പക്ഷേ ഈ മീറ്ററുകളൊക്കെ പ്രവർത്തനരഹിതമാണോ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ചേട്ടാ, നിങ്ങൾ എപ്പോഴും മീറ്റർ ഇട്ടിട്ടാണോ ഓടുന്നേ? അവിടെ എപ്പോഴും ഇടാറുണ്ട്. എന്നിട്ടാണ് ഓർഡർ. പക്ഷെ ഇതിൽ വന്നേക്കണ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാര് ഈ പല സ്ഥലങ്ങളിൽ പല റേറ്റാണ്. ഇപ്പൊ ഈ 1-ാം തീയതി മുതൽ ഇങ്ങനെ മീറ്റർ ഇട്ട് ഓടണമെന്ന് പറഞ്ഞുള്ള ഒരു ഇത് വന്നതിന് ശേഷം തർക്കങ്ങൾ കൂടുതലാണ്. മീറ്റർ കാശിന് വണ്ടി ഓടണോണ്ട് കുഴപ്പമില്ല. പക്ഷേ എല്ലാ സ്റ്റാൻഡുകളിലും നമുക്ക് ട്രിപ്പ് എടുക്കാനുള്ള ഒരു അംഗീകാരം ഒരു സ്ഥലത്തും ഇല്ല. അതാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. നമ്മൾ ഒരു ദൂരെ നിന്നൊരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് മീറ്റർ കാശിന് വണ്ടി ഓടിയിട്ട് തിരിച്ചവിടം വരെ നമ്മൾ കാലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലെന്താണെന്ന് വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഓട്ടോക്കാരൻ പൊതുവേ മര്യാദക്കാരാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് വഴിയൊക്കെ തപ്പിത്തേടി ഞാൻ സാധാരണ യാത്ര ചെയ്യുമ്പം ഈ ഓട്ടോക്കാരോട് ചോദിച്ചാണ് പോകുന്നത്. അവർ കൃത്യമായ സ്ഥലത്ത് കൊണ്ടുവിടും. പിന്നെ എല്ലാ സ്ഥലത്തും മീറ്റർ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ പൈസ കൊടുത്താൽ മതി. ഒരു പൈസ പോലും കൂടുതൽ വാങ്ങിക്കാറില്ല. അധികം റേറ്റ് ഒന്നും മേടിക്കാറില്ല. കറക്റ്റായിട്ട് തന്നെ ചെയ്യാറ്. 10-20 രൂപ ഒക്കെ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ തോന്നും. അല്ല, പിടിച്ച് പറിക്കുവാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ തോന്നില്ല. കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഓട്ടോയിലാണ് വന്നിറങ്ങിയത്. കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ എന്നോട് സംസാരിച്ചതും അന്യായമായിട്ടൊന്നും പൈസ മേടിച്ചൊന്നുമില്ല. മീറ്ററൊക്കെ ഇട്ടാണോ? മീറ്റർ ഇട്ട് തന്നെ ഓടിച്ചത്. എന്തുകൊണ്ടായിരിക്കാം ഇവർ മിനിമം ചാർജിൽ നിന്ന് 10, 20 അല്ലെങ്കിൽ അതിലധികമോ രൂപ കൂട്ടിച്ചോദിക്കുന്നത്? വർഷങ്ങളായി മിനിമം ചാർജ് 30 തന്നെ എന്നാണ് ഇവർ പറയുന്നത്. ഇവർക്ക് പറയാനുള്ളതും കൂടി എന്താണെന്ന് നമുക്ക് കേൾക്കാം. മീറ്റർ ഇട്ട് ഓടിയാൽ പൊതുവെ നഷ്ടമാണ് ഇപ്പോഴത്തെ ഡീസൽ ചാർജ് വെച്ചത്. എപ്പോഴും മീറ്റർ ഇട്ട് ഓടുന്നത്. ഇപ്പോൾ 1-ാം തീയതി നിയമം പറയും. ഈ പുള്ളി പറഞ്ഞ പോലെ ടെസ്റ്റും കാര്യങ്ങളും വരുമ്പോൾ അവിടെ എങ്ങനെയാണ് സ്റ്റിക്കർ ഒട്ടിക്കില്ല എന്നുള്ളത് അറിയില്ല. ഞാൻ 4 രൂപ മീറ്ററിൽ ഇറങ്ങിയതാണ് മിനിമം. ഏതാണ്ടും 14 രൂപ പെട്രോളിന് വിലയുള്ള സമയത്ത് ഇപ്പം ഇറങ്ങിയിട്ട് ഇപ്പോൾ 30 വർഷമായി. ഇപ്പോൾ 24-25 രൂപ മീറ്ററിൽ കൂടിയിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എല്ലാ മേഖലയിലും സാലറികളും ശമ്പളങ്ങളൊക്കെ കൂടുന്നുണ്ട്. നമ്മൾ ഈ ഓട്ടോക്കാർക്ക് മാത്രമേ ഒന്നുമില്ല ഇന്ന് ആളായി. ഇപ്പോൾ 150 രൂപ വാങ്ങിക്കേണ്ട അടുത്ത് 300 രൂപ ഒക്കെ വാങ്ങിച്ച സംഭവങ്ങളുണ്ട്. അതേ തുടർന്ന് വളരെ മോശമാണ്. 150 രൂപ ഒരു 30 രൂപ 50 രൂപ ഒക്കെ കൂടുതൽ നമുക്ക് മേടിക്കാം. പക്ഷേ ചോദിച്ചാൽ അവർ തരാണ്ടിരിക്കില്ല. 300 ഒക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു വശത്ത് മിനിമം ചാർജും ജീവിത ചെലവുകളും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചിൽ, മറുവശത്ത് ന്യായമായ തുക ചോദിച്ചാൽ അധികം തരാൻ തയ്യാറെന്ന് യാത്രക്കാരും. അപ്പോൾ പറഞ്ഞു വന്നത് കൊച്ചിയിലെ ഓട്ടോറിക്ഷയെയും ഫെയർ മീറ്ററിനെയും കുറിച്ചാണ്. അപ്പോൾ കൊച്ചിയിലെ ഓട്ടോ ചേട്ടന്മാരാണ് നിലവിലെ താരം. ക്യാമറമാൻ ആന്റണി ഗ്രഗറിക്കൊപ്പം സ്നേഹ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.